അപ്പോൾ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മളിവിടെ ഒരു പെട്രോൾ പമ്പിലായിരുന്നു സ്റ്റേ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മളിതാ മോർണിംഗ് ടെൻ്റൊക്കെ സെറ്റാക്കി ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. അപ്പം ഇനി നമുക്ക് പോണ റൂട്ട് കാണാം. നമ്മൾ ഏത് പെട്രോൾ പമ്പിലാണോ സ്റ്റേ അടിക്കണത് ആ പെട്രോൾ പമ്പിൽ തന്നെയാണ് നമ്മുടെ പെട്രോൾ അടിച്ചിട്ട് മോർണിംഗ് റൈഡ് സ്റ്റാർട്ട് ചെയ്യൽ. അപ്പോൾ നമുക്ക് പെട്രോൾ അടിച്ചിട്ട് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ് ഇന്നത്തെ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എവിടെയെങ്കിലും നല്ലൊരു അടിപൊളി പീസായിട്ടുള്ള സ്ഥലത്ത് കാണുമ്പോൾ നിർത്തിയിട്ട് ഫുഡ് കുക്ക് ചെയ്തിട്ട് വീണ്ടും യാത്രകൾ തുടരുന്നതാണ്. അപ്പോൾ ഓക്കെ ബാ പോവാം. നിങ്ങൾ ആ സ്കൈ നോക്കി അടിപൊളിയല്ലേ. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ ഹുബ്ബള്ളിക്കാണ് പോകേണ്ടത്. ഇന്നലെ ഹുബ്ബള്ളി പിടിക്കണം എന്നാണ് വിചാരിച്ചത്, പക്ഷെ ഹുബ്ബള്ളി പിടിക്കാൻ പറ്റിയിട്ടില്ല. ഒരു കുറച്ച് കിലോമീറ്റർ ബാക്കി വന്നിട്ടുണ്ട്. അത് ഇന്ന് എക്സ്ട്രാ പിടിക്കണം എന്നാണ് വിചാരിക്കണത്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു പെട്രോൾ പമ്പിലൊക്കെ ടെൻ്റ് അടിക്കണത്. ആദ്യം കുറച്ചൊക്കെ പേടിയുണ്ടായിരുന്നു, ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ക്ഷീണത്തിലോട്ട് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ഒരു സീനില്ല, നല്ല അടിപൊളിയായിട്ട് ഉറങ്ങാൻ പറ്റി. അപ്പോൾ ഇതാണ് അവസ്ഥ. തിന്നാൻ കിട്ടിയില്ലെങ്കിലും മേക്കപ്പ് മൂപ്പർക്ക് നിർബന്ധം. എന്ത് നല്ല കുട്ടി, വീഡിയോ ഓണാക്കിയ മൂപ്പര് എല്ലാ പണിയും ചെയ്യും. അപ്പോൾ ഗൈസ് നമ്മളിവിടെ വണ്ടി നിർത്തി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ സാധനം അയച്ച് ബാഗ് എടുത്തിട്ട് വേണം. എല്ലാം എന്ത് നോക്കിക്കണ് നോക്കിക്കണെന്ത് അടുത്ത നിങ്ങളിത് കണ്ട തലയില്ലാത്തൊരു പട്ടി. തലയില്ലാത്ത പട്ടിയല്ലടോ, തല അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയാണ്. ആ തല തല മുറിഞ്ഞു ഇത് തല ഉണ്ടായിട്ടും ബുദ്ധിയില്ലാത്ത അവസ്ഥ. തലയില്ലാത്ത പട്ടി അയച്ചോ, തലയില്ലാത്ത പട്ടിയെ. തലണ്ട് കുക്കിംഗ് പരിപാടികൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മളെ ബാഗ് ഇതാ അവിടെ ഇരിക്കുന്നു. നമ്മളിത് ഇവിടെ വന്ന് കുക്കിംഗ് ചെയ്യാനാണ് പ്ലാന്. ഇനി പോയിട്ട് സാധനങ്ങൾ എടുത്തിട്ട് വരൂ അസിസ്റ്റന്റ്. അപ്പം നമുക്ക് ഇവിടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം, അതാണ് നല്ലത്. അപ്പോൾ ഗൈസ് നിങ്ങളിത് നോക്കൂ, നമ്മളുടെ കുക്കിംഗ് ഐറ്റംസ് മാത്രമുള്ള ബാഗാണിത്. എന്താലേ ഒരു ബാഗ് അല്ല പൊട്ടിയോ? ആരെങ്കിലൊക്കെ കുപ്പി ഗ്ലാസ് കൊണ്ടുവരുമോ? ഇല്ല, അത് കൊണ്ടുവരാനാണ് ഈ മെറ്റീരിയൽ ക്ലോത്ത് വെച്ചിട്ടുള്ളത്. ഇനി വേറെ കുപ്പിയും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ആരെയൊക്കെ ലാസ്റ്റ് കിട്ടണം കുറേയൊക്കെ. നിങ്ങളിത് കണ്ട എൻ്റെ കത്തിൻ്റെ ഒരു പൗച്ചില്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഒരു പൗച്ച് ഉണ്ടാക്കി. പിന്നെ ഗൈസ് കുറച്ച് പൊട്ടുകടലകളുണ്ട്. നിങ്ങളിത് കണ്ടോ, ഇത് കണ്ട, ഇതാണ് നമ്മളെ ഹെൽത്തി മിക്സ്. ഇത് എന്താ പറയുക, ഡേറ്റ്സ്, അതേപോലെ ബദാം, നട്ട്സ്, അങ്ങനത്തെ ഒക്കെ ഉള്ള സാധനങ്ങൾ പാനിലിട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ കുക്കിംഗ് പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, തകൃതിയായി നടക്കുന്നുണ്ട്. ഇവിടെ ഷബീബ് ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുക ഇക്കെന്താ പണിയെന്ന്. ഇക്കത് അവിടെ ഇങ്ങനെ നോക്കിയിരുന്ന് കുക്ക് ആവണുണ്ടോ നോക്കുക. ഇതാണ് എൻ്റെ പണി. പിന്നെ ഇടയ്ക്കൊന്ന് ക്യാമറ ഇട്ടൊക്കെ ഇങ്ങനെ നടക്കുക. അത്ര എൻ്റെ പണിയുള്ളൂ. പിന്നെ ഫുഡ് കഴിക്കണ്ടേ? അത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അപ്പൊ നല്ല അസലായിട്ടിരുന്ന് കറക്റ്റ് സമയത്ത് വന്നിരുന്ന് കഴിക്കും. പറയേ ഗൈസ്, നിങ്ങൾ ആ സാധനം കണ്ടോ? എന്താ അറിയോ, അത് കൂരാറ്റിന്റെ കൂടാണ്. കൂരാറ്റല്ലേ? കൂരാറ്റിലാണ്. കൂരാറ്റക്കിളിയാണ്. ഇതാണ് എന്റെ ഉമ്മാന്റെ കൊപ്രപ്പുട്ട്. നമ്മളെ റൈഡ് കണ്ടിന്യൂ ചെയ്തപ്പോ കണ്ടൊരു കാഴ്ചയാണിത്. ഇതെന്താ സംഭവം എന്നൊന്നും അറിയില്ല.
നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ എന്താ റിലീജിയസ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണെന്നാണ് പറയണത്. അവിടെ ആണെങ്കിൽ ഈ ഹൈവേ ആയത് കാരണം ആരും ഉണ്ടായിട്ടില്ലായിരുന്നു, അപ്പോൾ ചോദിക്കാനും കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് ഹുബ്ബല്ലി എത്തിയത്. ഇന്നലത്തെ ഡെസ്റ്റിനേഷൻ ആണ് ഹുബ്ബല്ലി, പക്ഷെ ഇന്ന് ഇപ്പോഴാണ് എത്തിയത്. ഫുഡൊക്കെ കഴിച്ച് ഇപ്പോഴാണ് എത്തുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ കിടക്കുന്നത് പൂനെയാണ്. അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ എത്തുമെന്ന് അറിയില്ല, എന്നാലും നോക്കിയൊക്കെ എത്തുമെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഡെസ്റ്റിനേഷൻ പൂനെയാണ്. നമ്മൾ പൂനെയിലാണ് സ്റ്റേ ചെയ്യാൻ വിചാരിക്കണത്. അപ്പം ഇനി നേരെ പൂനെക്ക്. ഈ ഹുബ്ബല്ലി റൂട്ടിലാണ് നമ്മളിവിടെ കുറേ കണ്ടെയ്നറിൻ്റെ കമ്പനീസ് കണ്ടത്. മാനുഫാക്ചറിങ് കമ്പനീസ്, അതായത് ഈ അശോക് ലേലാൻഡ്, ഭാരത് ബെൻസ്, അതിൻ്റെ കമ്പനീസ് ഇവിടെ ഈ ഭാരത് ബെൻസിലുണ്ട്. പിന്നെ വേറെ ഏതൊക്കെയോ ഉണ്ട്, പേരൊന്നും അറിയില്ല. ആകെ 2 പേരെ അറിയുള്ളൂ. ഈ സൈഡും തന്നെയാ കുറെ നേരമായി പിന്നാലെ പോണ്. ഏതാ സീന്, ലോറിന്റെ ഇടയിൽ കൂടെ പോണു. എന്താ അറിയില്ല, ഈ ടയറിന്റെ അവിടെ എത്തുമ്പോ ഒരു ഉൾഭയം വരുന്നുണ്ട്. ഓ, നായസേട്ടിന് കിടക്കാൻ കണ്ട സ്ഥലം. യെസ്, നമ്മളങ്ങനെ വിജയകരമായി മുന്നോട്ടെത്തിയിരിക്കുന്നു ഗൈസ്. നമ്മളിപ്പോ ഇവിടെ ഉള്ള അറിയോ, നമ്മളിപ്പോ നിൽക്കുന്നത് സുവർണ വിധാനസൗധന്റെ ഫ്രണ്ടിലാണ്. അതാണ് സുവർണ വിധാനസൗധ, കർണാടക സ്റ്റേറ്റിലെ സുവർണ വിധാനസൗധയാണ് നിൽക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലെജിസ്ലേറ്റീവ് ബിൽഡിംഗ് ആണ്. ഇന്ത്യയിലെ തന്നെ മനോഹരമായ നിയമസഭാ മന്ദിരമാണ് സുവർണ വിധാനസൗധ, അങ്ങനെയാണ് ഗൂഗിൾ ചേച്ചി പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. എന്തായാലും നല്ല ഭംഗിയുണ്ട്. റോട്ടുമ്പം തന്നെ നല്ല ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ട്. കുറേ ദൂരം മുന്നേ തന്നെ നമ്മളെ ഈ മൗണ്ടെയിൻസ് ഒക്കെ നിൽക്കണ പോലെ നിൽക്കുന്നുണ്ട് ഈ സാധനം. അടിപൊളി വ്യൂ ആണ്. ആ വ്യൂ എടുക്കാൻ പറ്റിയില്ല. നമ്മളപ്പോൾ ഇതുവരെയായിട്ട് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. സമയം ഇപ്പോൾ 3 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്പോട്ട് തപ്പി നടക്കുകയാണ്. ഒരു അടിപൊളി സ്പോട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കപ്പോൾ അവിടെ ഇറങ്ങി കുക്ക് ചെയ്ത് ഫുഡും കഴിച്ച് വീണ്ടും നമുക്ക് റൈഡ് കണ്ടിന്യൂ ചെയ്യാം. പൂനെക്ക് ഏകദേശം 331 കിലോമീറ്റർ ഉണ്ട് ഇനിയും. അപ്പോൾ നമ്മളിപ്പോൾ 3 മണി ആയിട്ടുണ്ട്. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം. അപ്പോൾ ഒരു 11:30-12 മണിയൊക്കെ ആവുണ്ടാവും. ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുമ്പോഴത്തേന് കുറച്ചൊക്കെ അത്യാവശ്യം ടൈമൊക്കെ എടുക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് എന്തായാലും ഒരു 11:30-12 മണി ആവുണ്ടാവും പൂനെക്ക് എത്തുമ്പോൾ. അപ്പോൾ ചെയിന് ലൂസായപ്പോൾ ചെയിന് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് കയറിക്കുക. ചെയിൻ ഓയിലും ചെയിൻ ടൈറ്റിങ്ങും ഒക്കെ കൂടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടിപൊളി, മഴ തുടങ്ങി ഗൈസ്, മഴ തുടങ്ങി. നല്ലൊരു മഴയത്ത് നല്ലൊരു ചൂട് കഞ്ഞി വെച്ചാൽ നമ്മളപ്പന് നൈറ്റ് ഉറങ്ങാനുള്ള തപ്പലിലാണ്. പമ്പ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്, പെട്രോൾ പമ്പ്. അവിടെ ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നൈറ്റ് 9 മണി 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ തപ്പിത്തുടങ്ങിയെങ്കിൽ ഒരു 10 മണിക്കെങ്കിലും പമ്പ് സെറ്റ് ആവുള്ളൂ. എന്തായാലും ഈ പമ്പിലൊന്ന് കയറി ചോദിച്ചു നോക്കാം, ഞങ്ങളിവിടെ ടെൻ്റ് അടിക്കട്ടെ എന്ന്. ഒരു ഓക്കെ പറയുകയാണെങ്കിൽ പിന്നെ സെറ്റായി. അപ്പോൾ ടെൻ്റ് അടിക്കാനുള്ള സ്പോട്ട് സെറ്റായി. നമ്മളിവിടെ ഭാരത് പെട്രോളിയത്തിൻ്റെ ഇവിടെ ഒരു അടിപൊളി നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു സ്ഥലം കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ടെൻ്റ് അടിക്കാന്നാണ്. നമ്മളെ ബൈക്ക് ഇത് അവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതാ കുറേ നേരമായിട്ട് ഒരാൾ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട്. നമ്മൾ ഗേറ്റ് തുറന്നു കൊടുക്കാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല. അപ്പം നമ്മൾ ടെൻ്റൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് കിടക്കട്ടെ. അപ്പം ഇനി നാളെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.